ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വീണ്ടും ഒരാഴ്ചത്തെ ബ്രേക്കിന് ശേഷം നമ്മൾ വൺ പീസ് സ്പോയിലേഴ്സ് ആണ് തിരിച്ചെത്തിയിരിക്കുകയാണ്. വലിയ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്ററിന്റെ പേര് വന്നിട്ട് എ പോയം ഓഫ് ലവ് ബോണ്ട് അമിത് റെയിൻ ഓഫ് ആരോസ് എന്നാണ്. ഈ ഒരു ചാപ്റ്ററിന് രണ്ട് കവർ പേജ് ഉണ്ട്. ഒന്ന് ഒരു കളർ സ്പ്രെഡും മറ്റേത് ഒരു നോർമൽ കവർ പേജ്. കളർ സ്പ്രെഡിൽ സ്ട്രോ ഹാറ്റ് ക്രൂ ഒരു ഹുക്ക് മെഷീനിൽ കളിക്കുന്നതാണ് കാണിക്കുന്നത്. നോർമൽ കവർ പേജിൽ യാമറ്റോയെയും മൊമോനോസ്കയും കിയമോനെയും കാണിക്കുന്നുണ്ട്. അവർ ഒരു ഷിറിന് മുമ്പ് നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് കാണിക്കുന്നത്. ചാപ്റ്ററിന്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രാഗൺ വലിയ കൂർത്ത പല്ലുകളൊക്കെ ആയിട്ടുള്ള ഒരു വുമൺ ഹോളിനൈറ്റ് ആയിട്ട് അവളുടെ ബീം പവർ കൊണ്ട് ഡ്രാഗണെ ഓൾമോസ്റ്റ് അവൾ തോൽപ്പിക്കുകയാണ്. എന്നാൽ അവനെ കൊല്ലുന്നതിന് മുമ്പ് തന്നെ വൈറ്റ് ബിയർഡ് അവിടെ എത്തുകയും പ്രത്യേകിച്ച് ഒരു ഇന്റൻഷൻ ഇല്ലാതെ തന്നെ അവനെ രക്ഷിക്കുകയാണ്. ഈ ഒരു സമയത്ത് പല പൈറേറ്റ്സും റോക്സിനെ ബിട്രേ ചെയ്യുകയാണ്. അതുകൊണ്ട് വൈറ്റ് ബിയർഡും ബിഗ് ബോമും കൈതയും ചേർന്നിട്ട് ഇവരെയൊക്കെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു സമയത്ത് ഗാർപ്പ് അവിടേക്ക് എത്തുന്നു. നമ്മുടെ ബിഗ് ബോം ആയിട്ടുള്ള ലില്ലിങ് ഫയർ അറ്റാക്ക് കൊണ്ടൊക്കെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗാർപ്പിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഗാർപ്പിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ വൈറ്റ് ബിയർഡും ലില്ലിനും കൈതോയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. എങ്കിലും കൈതൊക്ക് ഗാർപ്പിനോട് ഫൈറ്റ് ചെയ്യാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് റോജർ പൈററ്റ്സും റോക്ക് പൈററ്റ്സും ഇൻക്ലൂഡിങ് വൈറ്റ് ബിയർഡും ബിഗ് ബോമും ഷിക്കിയും കൈതൊക്കെ ഉൾപ്പെടെ എല്ലാവരും ഗോഡ് വാലി സിറ്റിയിൽ നേരിട്ട് ഏറ്റുമുട്ടാൻ പോവുകയാണ്. ഈ ഒരു സമയം നോക്കി ഷാക്കി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തോമസ് എന്നൊരു ക്യാരക്ടർ ഓൾമോസ്റ്റ് അവളെ കൊന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ആ ഒരു സമയം തന്നെ റെയ്ലി അവിടെ എത്തുകയും തോമസിനെതിരെ ഒരു പവർഫുൾ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഷാക്കിയെ റെയ്ലി സ്വന്തമാക്കുകയാണ്. ഇത് കാണുന്ന ഗബാനും റോജറും കണ്ണീരോടെ കരയുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചാപ്റ്റർ 1161 ഡ്രാഗന്റെ ഫൈറ്റും ഗാർപ്പിന്റെ എൻട്രിയൊക്കെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സീൻസ് തന്നെ ആയിരിക്കും. ടോട്ടലി ഈ ഒരു ചാപ്റ്ററിന്റെ സ്പോയിലേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലെറ്റ് മീ നോ ഇൻ കമന്റ്സ്. സയോനര.